ദുരന്തബാധിത പ്രദേശങ്ങളിൽ ജനകീയ തിരച്ചിൽ ഇന്നും തുടരും. മുണ്ടക്കൈ, ചൂരൽമല ഉൾപ്പെടെയുള്ള 6 സോണുകൾ കേന്ദ്രീകരിച്ചായിരിക്കും ജനകീയ തിരച്ചിൽ. കഴിഞ്ഞ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി നടത്തിയ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് വീണ്ടും ജനകീയ തിരച്ചിൽ പുനരാരംഭിക്കുകയാണ്. പ്രദേശവാസികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തിരച്ചിലായിരിക്കും അവിടെ നടത്തുക. ചൂരൽമല അതുപോലെ തന്നെ മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള 6 സോണുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു തിരച്ചിലായിരിക്കും ഇന്നത്തേത്. KT സ്വാലിഹ വിവരങ്ങളുമായി ചേരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന സ്വാലിഹ, ജനകീയ തിരച്ചിൽ ഇന്ന് വീണ്ടും പുനരാരംഭിക്കുന്ന ഒരു സാഹചര്യം, ഏത് രീതിയിലായിരിക്കും തിരച്ചിൽ ആരംഭിക്കുക? മറ്റു വിവരങ്ങൾ എങ്ങനെ? ആര്യ, 8 മണിയോടെ തെരച്ചിൽ ആരംഭിക്കും. ജനകീയ തെരച്ചിൽ ഇന്നും തുടരുമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ ഉപസമിതി വ്യക്തമാക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ മുണ്ടക്കൈ, ചൂരൽമല ഉൾപ്പെടെയുള്ള 6 സോണുകൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് തെരച്ചിൽ നടത്തുന്നത്. ക്യാമ്പിലുള്ളവരിൽ സന്നദ്ധമായവരെ കൂടി ഉൾപ്പെടുത്തിയാണ് ഈ തെരച്ചിൽ നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് നല്ല പരിചയമുള്ള ഇവിടെയുള്ള ജനപ്രതിനിധികൾ, പ്രാദേശിക ജനപ്രതിനിധികൾ, സന്നദ്ധ പ്രവർത്തകർ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇതിന്റെ ഭാഗമായ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരെല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട്. 8 മണിയോടെ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. രാവിലെ 9 മണിക്കകം രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ തെരച്ചിലിൽ പങ്കെടുക്കാൻ സാധിക്കുക. അവരുടെ കൂടി സുരക്ഷ പരിഗണിച്ചാണ് ഇത്തരത്തിലൊരു നടപടി എന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയത്. ഈ തിരച്ചിൽ നാളെയും തുടരും. ചാലിയാറിന്റെ ഭാഗങ്ങളിൽ നാളെയും തുടരും എന്ന് അറിയിച്ചിട്ടുണ്ട്. ആര്യ, സ്വാലിഹ, അതുപോലെ തന്നെ ഈ ജനകീയ തെരച്ചിൽ എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രദേശവാസികളെ അതുപോലെ തന്നെ ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തെരച്ചിൽ എന്ന് പറയുമ്പോൾ തീർച്ചയായും അവർക്ക് ഈ ഒരു പ്രദേശത്തിന്റെ ഭൂപ്രകൃതിയും അതുപോലെ തന്നെ അതിന്റെ ഒരു പശ്ചാത്തലവും വ്യക്തമായി അറിയുന്നവരായിരിക്കും. അത് ഈ തെരച്ചിലിനെ കൂടുതൽ ഗുണകരമാകുമെന്നല്ലേ പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായും അങ്ങനെ ഒരു സാധ്യത കൂടി കണ്ടാണ് ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുന്നത്. പക്ഷേ ഈ ഭൂമി നഷ്ടമായ ആളുകൾ, ഈ വീടുകളിൽ അവശേഷിക്കുന്ന ആളുകൾക്കൊക്കെ ഈ സ്ഥലത്ത് അവരെ നേരിട്ടെത്തിച്ച് തെരച്ചിൽ നടത്തുക എന്നത് ഇപ്പോഴും അസാധ്യമാണ്. അത് മാനസികമായുള്ള അവരുടെ സാഹചര്യങ്ങളൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഉള്ള ആളുകളെ, സ്വയം സന്നദ്ധരായി എത്തുന്ന ആളുകളെ മാത്രമാണ് ഇത്തരത്തിൽ തെരച്ചിലിന് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം ഈ വാർഡ് മെമ്പർമാരൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സ്ഥിരമായി ഈ പ്രദേശങ്ങളിൽ വലിയ പരിചയമുള്ള ആളുകളുടെ സഹായം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ ഭാഗങ്ങളിൽ വീടുകൾ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചൊക്കെ ഒരു വ്യക്തത ഉണ്ടാവും. ഈ നിയന്ത്രണങ്ങൾ, അതായത് ജനങ്ങളുടെ സുരക്ഷ കൂടി മുൻനിർത്തിയാണ് ഈ തിരച്ചിലെന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ ഏതൊക്കെ രീതിയിലുള്ള നിയന്ത്രണങ്ങളാണ് ഈ ജനങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്? ഈ തിരച്ചിലിന്റെ ഭാഗമാകുന്ന ജനങ്ങൾക്ക് ഏതൊക്കെ രീതിയിലുള്ള നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്? ആര്യ, തിരച്ചിലിന്റെ ഭാഗമായി ഈ 9 മണിവരെ രജിസ്റ്റർ ചെയ്യണം എന്നൊരു നിബന്ധന മാത്രമാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഭാഗത്തേക്ക് കടന്നു പോകുന്ന ആളുകളുടെ ഒരു കൃത്യമായ കണക്ക് സർക്കാരിന്റെ കൈവശമുണ്ടാവും. ഈ തിരച്ചിൽ അവസാനിച്ച് അവർ തിരിച്ചിറങ്ങിയോ എന്ന കാര്യത്തിലെല്ലാം ഒരു വ്യക്തത വരുത്താൻ കഴിയും. ഇങ്ങനെ അവരുടെ ഒരു സുരക്ഷ ഉറപ്പാക്കുക. അതുപോലെ തന്നെ കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ വീണ്ടും ഈ ഭാഗങ്ങളിലൊക്കെ വലിയ വെള്ളക്കെട്ടിനൊക്കെയുള്ള സാധ്യതകളുണ്ട്. വനമേഖലയിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. 6 സോണുകളായാണ് ഇത്തരത്തിൽ ഇന്ന് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആളുകളുടെ ഒരു സുരക്ഷ മാനിച്ചുള്ള മുൻകരുതലുകൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്.